അമേരിക്കൻ യൂട്യൂബറായ ഷോ സ്പീഡിനെ നേരിട്ട് കണ്ട കാഴ്ചയാണ് ഇത് കാണുന്നത്. പുള്ളി ഷെൻജനിലെ ഒരു പാർക്കിൽ വന്നപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായി. അടുത്തു നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ആളെ സൂം ചെയ്ത് തിരിച്ചറിഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേര് പുള്ളിയുടെ വീഡിയോസ് കാണാറുണ്ടെന്ന് അറിയില്ല. പുള്ളി ആദ്യമായിട്ടാണ് ചൈനയിലോട്ട് വന്നത്. പുള്ളിയുടെ ചൈന വീഡിയോസിൽ അധികം ഫോക്കസ് ചെയ്തേക്കുന്നത് ചൈനയുടെ ടെക്നോളജീസാണ്. പുള്ളി ഇവിടെ ഇപ്പോൾ വന്നേക്കുന്നത് ഷെൻജനിലെ ഡ്രോൺ ഷോ കാണാനാണ്. ഷെൻജൻ സിറ്റീനെ നമുക്ക് ചൈനയുടെ ടെക്നോളജിക്കൽ ഹബ് എന്ന് പറയാം. ഇവിടുന്ന് വന്നതാണ് ലോകത്തിൽ അറിയപ്പെടുന്ന മിക്ക ചൈനീസ് കമ്പനികളും. കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ DJI, BYD, ടെൻസെൻറ്റ്, ഹ്വാവേ എല്ലാ കമ്പനികളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ അത് ലോകം മൊത്തം അറിയപ്പെടുന്ന വലിയ വലിയ കമ്പനികളായി മാറി. 30 കൊല്ലം മുമ്പ് ഷെൻജൻ എന്ന് അറിയപ്പെടുന്നത് ഒരു ഫിഷിംഗ് വില്ലേജ് ആയിട്ടായിരുന്നു. ഇന്ന് ഈ സിറ്റീനെ കണ്ടാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ചൈനയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇവിടെ ടെക്നോളജി ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യണേ, അത് എത്രയും പെട്ടെന്ന് നോർമൽ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റും ചെയ്യും. ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ AI എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അത് ഇറങ്ങി കഴിഞ്ഞിട്ട് 2 മാസം പോലും ആയിട്ടില്ല. പക്ഷേ അത് ഓൾറെഡി ഇവിടുത്തെ എല്ലാ ആപ്പുകളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ മാപ്പോ സെർച്ച് എഞ്ചിനോ അല്ലെങ്കിൽ ഡെലിവറി ആപ്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീപ് സീക്ക് എന്ന ഫങ്ഷനാലിറ്റി കാണാം. അങ്ങനെ ഡ്രോൺ ഷോ കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷവുമായി പിന്നെ കാണാം.